ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കമൻറ്റും ലൈക്കും ആ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും വീഡിയോ എടുത്ത് ഇടാനും വീഡിയോ എടുക്കാൻ തന്നെ ഒരു മൂഡ് ഉണ്ടാകുക നിങ്ങൾ ആ ഒരു സപ്പോർട്ടും ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയണതേ. അങ്ങനെ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ എന്താ പറയുക, മദ്രസ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിച്ചണിൽ കയറാൻ കുറച്ച് നേരം വൈകുന്നുണ്ട് കേട്ടോ. രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടക്കുക. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ രാവിലെ എണീച്ചിട്ട് പിന്നെയും പോയി കിടക്കണ ആ ഒരു ശീലം എനിക്ക് ഇഷ്ടവും ഇല്ലേനു. ഞാൻ അങ്ങനെ ചെയ്യലും ഇല്ലേനു കേട്ടോ. ഇപ്പം എന്താണെന്ന് അറിയില്ല, 2-3 ദിവസമായിട്ടേ ഇപ്പോൾ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ, ഓരോരോ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്താണെന്നറിയുക, ആർക്കും എവിടെയും പോകാനില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഞമ്മക്ക് തന്നെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ആ ഒരു ചിന്ത വന്നതുകൊണ്ട് നേരം വെളുത്തിട്ട് അന്ത്യമാവോളം പണി തന്നെയാണ് കേട്ടോ. കാരണം ഒന്നാമത്തെ എല്ലാവരും പാടെ വീട്ടിലും ഉണ്ടല്ലോ. നമുക്ക് മക്കളെല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ പണിയും കാര്യങ്ങളും ഒരുങ്ങൂല. എന്താ പറയുക, ഒരു സാധാരണ പോവുകയാണെങ്കിൽ നമ്മൾ ആ സാധാരണ പോലെ അവർ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിയുന്നു. പക്ഷെ ഇപ്പം നിച്ചുമോൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ ചോറൊക്കെ കൊണ്ടുപോകണതുകൊണ്ട് ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഓളാ പോണേൻ്റെ 9 മണീൻ്റെ മുന്നേ അങ്ങോട്ട് ആവുകയും കേട്ടോ. ഇപ്പം എല്ലാം പിന്നെ തല തിരിഞ്ഞ അവസ്ഥയാണ്. ഒരു കണക്കിന് സ്കൂൾ മദ്രസൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. നേരത്തെ എണീക്കുകയും ചെയ്യും, വേഗം പണികളും തീരും, വേഗം ചോറും കറിയാവും ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വേണമല്ലോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ നോമ്പും ആവാനായി. അപ്പോൾ അതിൻ്റെതായ പണികളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ചെയ്യലില്ല കേട്ടോ. ഞാനെന്നല്ല, നമ്മൾ ഈ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ തടിയൊക്കെ നോക്കണ്ടേ. നോമ്പാവാനായി വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. പക്ഷെ എല്ലാം കൂടെ ഒപ്പരം അങ്ങോട്ട് ചെയ്ത് നടു ഒടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മെല്ലെ മെല്ലെ ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യുക. അപ്പം ഞമ്മക്കും അതൊരു ഭാരമായിട്ട് തോന്നൂല. എല്ലാം കൂടെ ഇതാക്കുമ്പോഴേ ആകെ ഇടങ്ങാറാവും. ഞാനൊക്കെ ആദ്യം അങ്ങനെയാണ് കേട്ടോ. ബറാത്ത് വരെ അങ്ങോട്ട് കാത്തിക്കുവേ. ബറാത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അങ്ങോട്ട് എടുക്കാൻ തുടങ്ങും. പിന്നെ രാവിലെ അങ്ങോട്ട് തുടങ്ങി അന്ത്യമാകുമ്പോൾ അങ്ങോട്ട് ഒന്ന് നടു നിവർത്തുമ്പോഴാണ് ആ വേദനയും കാര്യങ്ങളൊക്കെ വരിക. ഇപ്പം പിന്നെ ഞാൻ അങ്ങനെയൊന്നും കേട്ടോ ചെയ്യൽ. മെല്ലെ കുറച്ച് ദിവസം മുന്നേ അങ്ങോട്ട് തുടങ്ങും അലക്കൽ. പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ അലക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് അലക്കും. പിന്നെ മുളകും മല്ലി ഓരോന്ന് ഓരോരോ ദിവസവും കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ ചെയ്യുക. അങ്ങനെ എവിടേക്കോ എത്തിപ്പോയിക്കണ് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് ഇക്ക മഞ്ഞൾ പറിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറമ്പിൽ നട്ട തന്നെയാണ് മഞ്ഞൾ. കഴിഞ്ഞ കൊല്ലം പറിച്ചിട്ടില്ലേനു, അതിൻ്റെ മുന്നത്തെ കൊല്ലം പറിച്ചിട്ട് പൊടിയാക്കിയതേനി കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുളക് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ മുളകൊക്കെ കഴുകി അനിയൻ്റെ വീട്ടിൽ വാർപ്പിൻ്റെ മേലെ നമ്മൾ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് ഉണക്കാൻ. അപ്പോൾ ഈ പ്രാവശ്യം മഞ്ഞളും കൂടെ പറിക്കുകയാണ്, മഞ്ഞൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞാൻ അന്ന് ഇക്ക ഇവിടുന്ന് വാങ്ങി കൊടുത്തുനിന്ന് ഞാൻ അതൊന്ന് കഴുകിയും പുഴുങ്ങി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇതും കൂടെ അങ്ങോട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇതിന് മെനക്കെടാനൊന്നും ആവില്ല. ഈ കൊത്തലും മാന്തലിനൊന്നും കഴിയൂല കേട്ടോ. പിന്നെ പുറത്തെ പണിയും നാസിമോനും അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ ഞാൻ കൊത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല, പാറ പോലെ അയക്കണേ. അപ്പോൾ ഇക്കാക്ക് ഒഴിവുള്ള ദിവസമൊക്കെ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. പിന്നെ സ്കൂൾ ട്രിപ്പും കാര്യമില്ല, ഇക്കാക്കും ലീവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇക്ക രാവിലെ നടക്കാൻ പോയിട്ട് വന്നതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് പറിച്ച് തരുന്നുണ്ട് കേട്ടോ. ഞാനും കൂടെ കൂടുന്നുണ്ട്. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. നമ്മളെ പറമ്പിൻ്റെ ഇങ്ങേ മൂലക്കാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ സ്ഥലം ഉണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഞങ്ങൾ കുറേ മുന്നേ വാങ്ങിയിട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഷെഡ് ഇതാ അങ്ങോട്ടാണുള്ളത്. ഇപ്പുറത്തെ സ്ഥലത്തിൻ്റെ മൂലക്കായിട്ടാണ് കേട്ടോ മഞ്ഞൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇക്ക അതൊക്കെ അവിടെ പറിച്ചു. ഞാൻ കൊട്ടയിൽ ഒക്കെ കൊടുന്ന് മുറ്റത്തേക്ക് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ചായ കുടിക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞ് പോകുന്നുണ്ടേ. അതുകൊണ്ട് വേഗം ഒന്ന് എളുപ്പത്തിന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കറി തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് കുറച്ച് പിന്നെ എന്താണ് എനിക്ക് പോകും വേണം വേഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ വിറകൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്നു. തീയൊക്കെ കത്തിച്ച് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ അതൊക്കെ ഇതിൽ ഇങ്ങനെ കണ്ടുപോയിനിയും തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പോയതാണ്. പിന്നെ ഞാൻ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടാണ് ഇക്കാൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ 2 തെങ്ങും തൈ നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നട്ടിട്ടും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ നടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. വെയിലായപ്പോൾ പിന്നെ അത് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാനിതാട്ടോ നാസിമോനൊക്കെ എണീച്ച് വന്നപ്പം വിശക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അതവിടെ കൊത്തി ഇടുന്നുണ്ട് കേട്ടോ. രണ്ടാളും പാടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നന്നാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ പണി തീരുമ്പോൾ തന്നെ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നേരമായി, വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അങ്ങനെ വേഗം മക്കൾക്ക് ഇതാ ഭൂരിയൊക്കെ ചുട്ട് ഒരുക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിയും ഒന്ന് ചൂടാക്കി എടുത്തു. മീൻ കറി ഉള്ളതുകൊണ്ട് കറീൻ്റെ കാര്യം നോക്കണ്ടില്ല ഇനി കേട്ടോ. അങ്ങനെ അതൊക്കെ ആക്കി. എനിക്കും വിശക്കുന്നുണ്ട്. ഇക്കാനെ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുമില്ല കേട്ടോ. ഈ ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോഴേക്കും പിന്നെ ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ ഇത്രയാണ് പറിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ മുന്നേ എങ്ങാനും ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. ഇത് അത്രയും ഒരു ചെമ്പ് നിറച്ചുണ്ടായിരുന്നത്. ഉണങ്ങി ഇതപ്പം 5 കിലോനേറ്റവും കൊണ്ടുവന്നപ്പോൾ ഒരു കിലോനോ 1.5 കിലോനോ പൊടിയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അത്രേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാനതൊന്ന് ഒരു ചാക്കിലിടുകയാണ്. ചാക്കിലിട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ആ ഒരു തോലും ഇതൊക്കെ പോകുമെന്ന് പറയണേക്കാം. അതൊക്കെ ഇപ്പോൾ ഇക്കന്നെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചാക്കിൽ മാറ്റി ഇട്ടതാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മറ്റേതും കൂടെ നന്നാക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതും ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇന്ന് ഫുള്ളും ഓരോരോ പണി തന്നെയാണ് കേട്ടോ. ഈ നോമ്പടുപ്പിച്ച് നമുക്ക് ഇതേപോലത്തെ പൊടിപ്പിക്കലും കഴുകലും മോറലും അങ്ങനത്തെ ഒക്കെ പണിയായിരിക്കും. എനിക്ക് മെയിനായിട്ട് വരിക വീട് വൃത്തിയാക്കലാണ് കേട്ടോ. തട്ടിക്കൊട്ടൽ പറയില്ലേ, തട്ടിക്കൊട്ടൽ തന്നെ കേട്ടോ. പക്ഷേ എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ എത്ര ചെയ്താലും അത് നമുക്കിവിടെ നിൽക്കുകയില്ല കേട്ടോ. ഒരാഴ്ച ഉണ്ടാവും, അപ്പോഴത്തേക്ക് പിന്നെയും ഫുള്ളും പൊടിയാവാൻ തുടങ്ങി. അതാണ്. അങ്ങനെ അതവിടെ ചാക്കിലിട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ പോണത് അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. വാർപ്പിൻ്റെ മേലെ മുളക് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കലാണ്. പിന്നെ രാവിലെ പോയിട്ട് വെയിൽ വരുമ്പോൾ പിന്നെ വെയിലത്തിടും. വൈകുന്നേരം പോയിട്ട് വീണ്ടും അത് എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇത് മുറത്തിലിട്ടിട്ട് മറ്റേ മഞ്ഞളിൻ്റെത് പാറ്റണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നതാണ്. അപ്പോൾ അതും ഈ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. എല്ലാം വീഡിയോ ആണ്, കണ്ടില്ലേ. അവിടെ ക്യാമറ ഓണാക്കി വെച്ചേ കണ്ടിട്ട് നോക്കിയിട്ട് ഓരോന്ന് പറഞ്ഞ് കളിയാണ്. അവിടെ ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുകയാണോ എന്നാണ് കേട്ടോ എന്നോട് ചോദിക്കണത്. എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എടുക്കണ്ടേ. അതിൻ്റെ മുന്നൊക്കെ ഉള്ളത് ഇങ്ങനെ എടുക്കുമ്പോഴേ എന്തോ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മ കിട്ടണില്ലേ. അതാണ് ഞാൻ ചിരിക്കണത്. എന്തായാലും അതൊക്കെ അവിടെ പാറ്റി വിട്ടിട്ട് പിന്നെ വീണ്ടും ഒരു കവറിൽ കെട്ടി നല്ലോണം എടുത്ത് വെച്ചിനി കേട്ടോ. ഇനിയിപ്പോൾ മറ്റേതും കൂടെ ആയിട്ട് രണ്ടും പാടെ ഒപ്പരം കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ്. ഇനി മെല്ലെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അകത്തത്തെ ഒരു പണിയെടുത്തില്ല. ഇന്ന് ഫുള്ളും പുറത്തു കൂടെ തിരിഞ്ഞളിക്കലേനു. കുറേയൊക്കെ എടുക്കും, കുറേയൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞളിക്കും. എടുക്കുന്നിടത്ത് പോയി നോക്കിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പണികളൊന്നും എടുത്തിട്ടില്ല. പിന്നെ വേഗം അകത്ത് കയറിന് അകൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരി ഇട്ടു. പിന്നെ പാത്രം കഴുകലും അലക്കാനുള്ളത് അതിൻ്റെ ഇടയിൽ തന്നെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്നും തുടക്കുമോ എന്നൊക്കെ ചോദിക്കലുണ്ടായിനി കേട്ടോ. അപ്പം ഞാൻ എന്നും തുടക്കും കേട്ടോ. ഇനിയിപ്പോൾ ഷെഡായാലും വീടായാലും എങ്ങനത്തതാണെങ്കിലും നമ്മൾ ആ കൂടുന്നത് നമുക്ക് അതിൻ്റെതായ ഒരു വൃത്തിയിൽ കൊണ്ടുപോയി നടക്കണം എന്നുള്ള ഇതാണ് കേട്ടോ എനിക്ക്. എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. വീട് ഇപ്പോൾ എങ്ങനത്തതോ ആയിക്കോട്ടെ, പക്ഷേ ഉള്ളത് എങ്ങനെ വൃത്തിയിൽ കൊണ്ടുനടക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും തുടക്കുവേ. അപ്പം തുടക്കലും അലക്കലും എല്ലാ പണിയും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ വലിയ കുക്കിംഗ് പരിപാടിയിലേക്ക് നിന്നിട്ടില്ല ഇനി കേട്ടോ. ചോറ് എനിക്കും കുട്ടികൾക്കുള്ള ചോറ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മീൻ കറീൻ്റെതും ബീട്രൂട്ട് ഉപ്പേരീൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ഒഴിവാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ പരിപ്പ് താളിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് താളിച്ചെടുക്കൂലേ, തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പരിപ്പ് നല്ലോണം കഴുകിയെടുത്ത് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു സാധാ പേപ്പർ പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒറ്റൊരു വിസിൽ മതി കേട്ടോ. നമ്മൾ പരിപ്പ് താളിക്കാറിയും ഓരോ സ്ഥലത്ത് പരിപ്പ് കുത്തി കാച്ചാന്നോ അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉച്ചക്കൊക്കെ ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ മുട്ട ഉണ്ട്, അപ്പോൾ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ ഒരു സോപ്പിങ്ങൊക്കെ നിങ്ങൾ കണ്ടോ? എന്തിനാണെന്നറിയോ? തേന് കൊടുക്കാനാണ് കേട്ടോ. എനിക്ക് പിന്നെ കാസറോളിൽ രാവിലത്തെ ഭൂരി ബാക്കിയുണ്ടായിന്. അപ്പോൾ അത് ഇട്ട് വെച്ചപ്പോൾ മെല്ലെ എൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇവിടെ പണിയെടുക്കുമ്പോൾ ഓൻ അപ്പം അതിൻ്റെ മേലെ പാഞ്ഞ് കയറും. ഓനക്കത് കാണാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഭൂരീൻ്റെ ഉള്ളിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള സോപ്പിങ്ങാണ് ആ കണ്ടിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ ഓനക്ക് അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും നമ്മളെ പരിപ്പ് ഒറ്റൊരു വിസിൽ കേട്ടോ, ഒരു വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു എയറും കാര്യങ്ങളൊക്കെ പോയതിൻ്റെ ശേഷം ഇതാക്കണമെന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറവിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് മുട്ട പൊരിക്കലാണ്.
മുട്ട പൊരിക്കണേൽ 2 മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അത്രേ വേണ്ടൂ. നിച്ചുമോളും നാഫിമോനും ഇവിടെ ഇല്ല, ഞാനും നാച്ചിയും തന്നെയാണ് ഇട്ടുള്ളത്. നിച്ചുമോൾ ഇന്നലെ ഏട്ടൻ്റെ വീട്ടിൽ കൂടാൻ പോയതാണ് കേട്ടോ, അപ്പോൾ ഓള് വന്നിട്ടില്ല, അവിടെ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ തന്നെ ഉള്ളൂ, ഇക്ക പോയിട്ടുമുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനാണെങ്കിൽ മുട്ട പൊരിക്കണേലേ മുട്ടേനെക്കാട്ടിയും കൂടുതലും ഉള്ളി ഇടും കേട്ടോ. എനിക്ക് ഉള്ളി കടിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മുളക് കുറയ്ക്കും, മക്കൾക്ക് ഉള്ളതുകൊണ്ട് കുറയ്ക്കും കേട്ടോ. ഇതാണെങ്കിൽ ഇപ്പോൾ മറ്റേ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പറഞ്ഞാതിരി മുട്ട പൊരിച്ചത് ഇങ്ങോട്ട് കിട്ടണമില്ല. എന്താ പറ്റിയെന്ന് ആർക്കറിയാം. രണ്ടാമത്തത് പിന്നെയും വല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എണ്ണ കുറഞ്ഞു പോയിട്ടാണോ ചട്ടി ചൂട് കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല, ഓംപ്ലേറ്റ് ഒക്കെ കൊണല്ലാണ്ട് ആയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ മറച്ചിടാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ കാണില്ലേ ചട്ടി ഇങ്ങനെ കറക്കി പിടിച്ച് തിരിച്ചൊക്കെ ഇടുന്ന കാണലുണ്ടല്ലോ നമ്മൾ ഓരോ വീഡിയോയിലും അല്ലാണ്ടൊക്കെ, അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലേനു. എന്തായാലും ചട്ടകം കൊണ്ട് അൽക്കുലത്താക്കി തിരിച്ച് മറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, സമയം 2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല വിശന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ട് പിന്നെ കുറച്ച് ആ ഒരു മഞ്ഞൾ ഇത്തിരിയെങ്കിലും നന്നാക്കാനിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ചോറ് കഴിക്കാനിപ്പോൾ ഞാനും നാസിമോൻ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഓനിക്ക് പരിപ്പ് കറിയും വേണ്ട, വെറും മുട്ട പൊരിച്ചത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നെയാണ്, കുറച്ച് നേരം ഒന്ന് കൊച്ചു TV ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞാനും ഓനും കൂടെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകലും വീണ്ടും അടുക്കള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് മെല്ലെ മഞ്ഞൾ നന്നാക്കായിരുന്നു കേട്ടോ. എനിക്കാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നന്നാക്കുമ്പോൾ എന്തോ ഉറക്കം വരുന്ന പോലെ ഉണ്ടായിന് കേട്ടോ. ആരെങ്കിലുമൊക്കെ വേണം ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നന്നാക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത് തന്നെയാണ് അല്ലേ. പിന്നെ ഞാൻ മൊത്തത്തിൽ നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നാൽ പിന്നെ അസറും കലാവും ളുഹർ നിസ്കാരവും കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ദീമൽ ഇന്ന് പണി തീരാൻ തന്നെ മൊത്തത്തിൽ നേരം വൈകിയിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഒക്കെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എന്നിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.